നമസ്തേ, പ്രീതാസ് കെല്ലറിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇപ്പം കർക്കിടക മാസമാണ്, മലയാളത്തിലെ അവസാനത്തെ മാസമാണ്, ശ്രീമാസമാണെന്ന് അധിക പേർക്കും അറിയാലോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കർക്കിടക മാസത്തിൽ കഴിക്കാൻ പറ്റുന്ന ഒരു കറി ആയിട്ടാണ്. ഇതിന് മുന്നേ കർക്കിടക മാസത്തിൽ കഴിക്കുന്നത് ഇട്ടിട്ടുണ്ട്, കർക്കിടക കഞ്ഞി, ഉലുവക്കഞ്ഞിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ഇന്ന് ചേമ്പിൻ്റെ ഇലയല്ല, തണ്ട് വെച്ചിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കില്ലല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ നമുക്ക് സമയൊട്ടും കളയാതെ എത്രയും പെട്ടെന്ന് തന്നെ ഈ ചേമ്പിൻ തണ്ടിൻ്റെ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ചേമ്പൻ തണ്ടിൻ്റെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ചധികം ചേമ്പൻ തണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ രണ്ടറ്റവും കട്ട് ചെയ്തിട്ട് സൈഡ് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. എത്രത്തോളം നമ്മുടെ കയ്യിൽ ചേമ്പൻ തണ്ടുണ്ടെങ്കിൽ അത്രത്തോളം എടുക്കുന്നത് നല്ലതാണ്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ അടിഭാഗമുള്ള വലിയ ചേമ്പൻ തണ്ടുണ്ടല്ലോ, അതിൻ്റെ നടുവൊന്ന് ഇതേപോലെ പിളർന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഒരുപാട് നൈസായിട്ട് കട്ട് ചെയ്യണ്ട, ഇതുപോലെ കുറച്ച് കനത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. കാരണം ഇത് വെന്ത് കഴിഞ്ഞാൽ നല്ലോണം ഉടഞ്ഞു പോവുള്ളൂ. അപ്പോൾ നമുക്ക് കാണാൻ മാത്രം ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ കുറച്ച് വലുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഈ വലിയ തണ്ടാവുകൊണ്ടാണ് ഇതുപോലെ നടുവൊന്ന് പിളർന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ഈ തണ്ടില്ലേ, ഇതേപോലത്തെ ചെറിയ തണ്ടൊക്കെ ആണെങ്കിൽ നടു വളരേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. പിന്നെ അത് കട്ട് ചെയ്തതിന് ശേഷം കഴുകിയെടുക്കരുത്. കട്ട് ചെയ്യുന്നതിന് മുന്നേ നന്നായിട്ട് കഴുകിയതിന് ശേഷമേ കട്ട് ചെയ്തെടുക്കാൻ പാടുള്ളൂ. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ബാക്കിയുള്ള എല്ലാ ചേമ്പൻ തണ്ടും കട്ട് ചെയ്തെടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കാണുമ്പോൾ അത് ഒരുപാടുണ്ട് തോന്നും, വാടി കഴിഞ്ഞാൽ തീരെ ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ കുറച്ച് കൂടുതൽ ചേമ്പൻ തണ്ട് എടുക്കണം നമ്മുടെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ കറിയിലേക്ക് വേണ്ടിയിട്ട് വലിയൊരു കപ്പ എടുത്തിട്ടുണ്ട്. കപ്പ അതൊന്ന് വലുതാക്കി കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഈ കപ്പയൊക്കെ നമ്മുടെ ചേമ്പൻ തണ്ടിൻ്റെ കറിയിൽ ചേർക്കുമ്പോൾ കറിക്ക് നല്ല ടേസ്റ്റാണ്. ഇപ്പം ഞാനിതാ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതേപോലെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നന്നായി കഴുകിയതിന് ശേഷം ഒന്ന് ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തില്ലേ, ഇതുപോലെ ഒന്ന് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. പൂളക്കിഴങ്ങൊക്കെ പെട്ടെന്ന് വേവും, വലുതാക്കി കട്ട് ചെയ്താലും വേവും. പക്ഷേ ചേമ്പൻ തണ്ട് ചെറുതാക്കിയിട്ടാണ് കട്ട് ചെയ്തിരുന്നത്, അതുകൊണ്ടാണ് പൂളക്കിഴങ്ങും ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പൂളക്കിഴങ്ങ് ഞങ്ങളുടെ പാലക്കാട് സൈഡിൽ കപ്പയ്ക്ക് പൂളക്കിഴങ്ങ് എന്നാണ് പറയുന്നത്, അതറിയാതെ വന്നു പോയതാണ്. ഇനി ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഈ കറിയിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു പപ്പായയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ചെറുതാക്കി കഴുകിയതിന് ശേഷം ഒന്ന് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഈ പപ്പായ ഇല്ലാതെ കപ്പയും ചേമ്പൻ തണ്ടും മാത്രമായാലും കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പപ്പായ ഒന്നുകൂടി കറിക്ക് ടേസ്റ്റ് കൂട്ടുകയുള്ളൂ. ഇപ്പം ഞാനിതാ പപ്പായ ഒന്ന് ചെറുതാക്കിയിട്ട് കഴുകിയതിന് ശേഷം ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കും. ഇനി കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുക്കറിലോ വേറെ പാത്രത്തിലോ ഉണ്ടാക്കാം. പക്ഷേ മൺചട്ടിയിലൊക്കെ വെക്കുമ്പോൾ കറിക്ക് ഒന്നുകൂടി ടേസ്റ്റ് കൂടുകയുള്ളൂ. ഈ ചട്ടിയുടെ അടിയിൽ നമ്മുടെ ഈ കപ്പ ഇട്ട് കൊടുക്കാം. കാരണം കപ്പയ്ക്ക് കൂടുതൽ വേവുണ്ട്, അതുകൊണ്ടാണ് ചട്ടിയുടെ അടിഭാഗത്ത് കപ്പ ഇട്ട് കൊടുക്കുന്നത്. മുഴുവനായിട്ടും കപ്പ ഇട്ടതിന് ശേഷം ഇതേപോലെ ഒന്ന് നിരത്തി കൊടുക്കുക. പിന്നെ അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ചീനിമുളകാണ് ഇടുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചീനിമുളക് ഇല്ലെങ്കിൽ ചീനിമുളക് ഇടണമെന്നില്ല, പച്ചമുളക് മാത്രം ഇട്ടാലും മതി. ചീനിമുളക് നല്ലതാണ്, കൊളസ്ട്രോളിനും എല്ലാറ്റിനും നല്ലതാണ്, കറിക്ക് ടേസ്റ്റും കൂടും. അതിൻ്റെതായ ഇതുപോലെ ഇട്ട് കൊടുക്കുക. അതിൻ്റെ ആ ഞെട്ടിയൊന്നും കളയേണ്ട ആവശ്യമില്ല, അതേപോലെ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി ചീനിമുളകിന് അധികം എരിവില്ല, അപ്പം അതിലേക്ക് 3 പച്ചമുളകും കൂടിയും ചേർക്കുന്നുണ്ട്. പച്ചമുളകും അധികം എരിവില്ല, കറിക്ക് ആവശ്യത്തിനുള്ള എരിവേ ഉള്ളൂ. പിന്നെ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്തോളൂ. ഇതേപോലെ നടു പിളർന്നതിന് ശേഷം ഇതുപോലെ രണ്ടാക്കി കട്ട് ചെയ്തതിന് ശേഷം ഈ കപ്പട മുകളിലേക്ക് ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ അവിടെ എടുത്തു വെച്ച പപ്പായ ഉണ്ടല്ലോ, ഈ പപ്പായയുടെ കഷ്ണങ്ങളും ഇതിൻ്റെ മുകളിലേക്ക് പച്ചമുളകൊക്കെ ഇട്ടതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ നിരത്തി ഇട്ട് കൊടുക്കുക. ഇപ്പോൾ പപ്പായ ഇട്ട് കൊടുത്തില്ലേ, ഇനി നമ്മൾ നേരത്തെ അവിടെ കട്ട് ചെയ്ത് വെച്ച ചേമ്പിൻ്റെ തണ്ടുണ്ടല്ലോ, ഈ തണ്ടും ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ചട്ടി നിറഞ്ഞില്ലേ, ഒരുപാടില്ലേ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. ചട്ടി ഇതുപോലെ മീതാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. കാരണം ഈ ചേമ്പൻ തണ്ടൊക്കെ ഒന്ന് വാടിക്കഴിഞ്ഞാൽ, ചെറുതായിട്ടൊന്ന് വാടിക്കഴിഞ്ഞാൽ അത് നല്ലോണം താഴത്തേക്ക് പോകും. അപ്പോൾ ഒരുപാട് മീതയായാലും ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ചേമ്പൻ തണ്ടൊക്കെ ചട്ടിയിൽ വെച്ചില്ലേ, ഇനി ഈ ചട്ടി നമുക്ക് സ്റ്റൗവിലേക്ക് വെച്ചിട്ട് സ്റ്റൗ ഓണാക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. സ്റ്റീലിൻ്റെ കപ്പിൽ ഒരു 2 കപ്പ്
വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഒരുപാട് വെള്ളം വേണ്ട, കാരണം ചേമ്പും തണ്ടിലൊക്കെ വെള്ളമുണ്ട്, വെള്ളം മുകളിലേക്ക് പൊന്തി വരും. എന്നാൽ പപ്പായയും കപ്പയും വേവണം, അതിനുള്ള വെള്ളമാണ് ഈ 2 കപ്പ് വെള്ളം. വെള്ളം ഒഴിച്ചതിന് ശേഷം അടച്ചു വെച്ചിട്ട് നല്ല ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നത് തിളച്ച് വന്നോട്ടെ. തിളച്ച് വന്നതിന് ശേഷം പിന്നെ ഫ്ലെയിം ഒന്ന് താത്തി വെച്ച് കൊടുത്താൽ മതി. കഷ്ണം മീതെയാണ് നിൽക്കണത് വെച്ചിട്ട് ഒരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ചേമ്പൻ തണ്ട് വാടി കഴിഞ്ഞാൽ ഒന്ന് താത്തേക്ക് കഷ്ണം നന്നായിട്ട് താത്തേക്ക് പോകും. ഇപ്പോൾ അതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വന്നപ്പോൾ കണ്ടില്ലേ, ഒന്നുകൂടി താണു പോയിട്ടുണ്ട്. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. നമ്മൾ ഇതിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ല, ഒന്നുകൂടി വാടി വന്നിട്ടേണ് ഉപ്പൊക്കെ ചേർക്കുള്ളൂ. ഇപ്പോൾ ഇളക്കാനും ഒന്നും പാടില്ല, ഇതുപോലെ അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ ചേമ്പിൻ്റെ തണ്ടൊക്കെ ഒന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു. വെജിറ്റബിൾസൊക്കെ ഒന്ന് നല്ലോണം താണു വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ നേരെ മീതെ പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മെല്ലെ ഒന്ന് ഇളക്കി നോക്കാം, കാരണം ഇനി ഇളക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഇളക്കിയിട്ട് ആ കപ്പൊന്ന് വെന്തോന്ന് നോക്കാം. കപ്പയൊക്കെ ഇപ്പോൾ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇതുപോലെ വെന്ത് കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിതുവരെ ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ. ഇതിലേക്ക് ഈ കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ടതിന് ശേഷം നേരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പ് ചേർത്തതിന് ശേഷം ഇനി സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് തിളച്ചോട്ടെ, കാരണം ഈ ഉപ്പ് കഷ്ണങ്ങളിലേക്ക് പിടിക്കും വേണം. പിന്നെ ഇതിൽ കുറച്ച് വെള്ളമുണ്ട്, ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്നുകൂടി കുറുകി വരണം, എന്നാലേ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ കറി ടേസ്റ്റ് കുറയുള്ളൂ. കറിയിൽ ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോയെന്നൊക്കെ നോക്കാം. ഉപ്പില്ലെങ്കിൽ ഇപ്പം ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. ടേസ്റ്റ് നോക്കിയപ്പോൾ കുറച്ചുകൂടി ഉപ്പിൻ്റെ കുറവുണ്ട്, ഞാനിതിലേക്ക് കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ടതിന് ശേഷം നേരെ മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ വെള്ളമൊക്കെ ഒന്നുകൂടി കുറുകി വരട്ടെ. അപ്പോഴേക്കും കഷ്ണങ്ങളിലേക്കൊക്കെ ഉപ്പൊക്കെ പിടിക്കുകയും ചെയ്യും. ഇപ്പം കഷ്ണങ്ങളിൽ ഉപ്പൊക്കെ നന്നായിട്ട്, ആ കപ്പയിലൊക്കെ ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. കറി അതെ ഒന്നുകൂടി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നുകൂടി ഇത് കുറുകി വരും. ഇനി ഇതിലേക്കൊരു തണ്ട് കറിവേപ്പില ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്, അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ തണ്ടോടക്കനെ അങ്ങോട്ട് ചെറുതാക്കി പൊട്ടിച്ചിട്ട് ചട്ടിയിൽ കൊള്ളാൻ വേണ്ടി ചെറുതാക്കി പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. തണ്ടോടക്കനെ ഇടുമ്പോൾ കറിവേപ്പിലയുടെയൊക്കെ നല്ല സ്മെല്ല് കറിയിലുണ്ടാവും. ഇനി ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും തൂവി കൊടുക്കാം. ഞാനിതാ 1 തവി പച്ച വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ട. നല്ല ആട്ടിയ പച്ച വെളിച്ചെണ്ണ, നമ്മുടെ വീട്ടിൽ തന്നെ ആട്ടിയ പച്ച വെളിച്ചെണ്ണയാണ്. അപ്പോൾ നല്ല കറിക്കൊക്കെ നല്ല സ്മെല്ലാവും ഈ വെളിച്ചെണ്ണയ്ക്ക്. ഈ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അതിന് ശേഷം ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ചേമ്പൻ തണ്ടും കപ്പയൊക്കെ ചേർത്തിട്ടുള്ള അടിപൊളി കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇത് കഞ്ഞിക്ക് മുക്കി കൂട്ടാനും ചോറിന് സൈഡ് ഡിഷായിട്ടും പിന്നെ ഏകാദശിയൊക്കെ വ്രതമൊക്കെ നോക്കുമ്പോൾ അപ്പൊക്കെ കഴിക്കാനും ഇത് പറ്റും. ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ നമുക്കിനി അടിപൊളി പുതിയ റെസിപ്പിയുമായി കാണാം. നന്ദി, നമസ്കാരം.